ബലാത്സംഗത്തിനുള്ള ആഹ്വാനവുമായി ബി.ജെ.പി. പ്രാദേശിക നേതാവ്. സമൂഹ മാധ്യമത്തിലെ ലൈംഗികാരോപണത്തിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ജീവനൊടുക്കിയതിലാണ് ആഹ്വാനം. വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നാണ് തൊടുപുഴ സ്വദേശി അജയ് ബി മാര. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. ഞാനിന്ന് മാധ്യമങ്ങളിൽ കണ്ടൊരു വാർത്ത, ഒരു ബി.ജെ.പിയുടെ നേതാവ്, ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞൊരു വാക്ക്. അതായത് ഒരു ഇൻഫ്ലുവൻസർ ഒരു വീഡിയോ ഇട്ടിട്ട് ദീപക് പേരുള്ള ഒരാൾ മരണപ്പെട്ടല്ലോ, സ്വയം ജീവനൊടുക്കിയല്ലോ, അതിനെതിരെ പ്രതികരിച്ചതാണ്. പക്ഷെ ആ പ്രതികരിക്കാൻ അയാൾ ഉപയോഗിച്ചൊരു ഭാഷ ഉണ്ടല്ലോ, ഞാൻ ഞെട്ടിപ്പോയി. ഈ നിലക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ഷിംജിത മുസ്തഫക്ക് വേണ്ടി അനുകൂലമായിട്ട് ഒരുപാട് പേര് രംഗത്ത് വരും. കാരണം അത്രക്കും എന്താ പറയുക, മനുഷ്യത്വ വിരുദ്ധമായ പ്രതിഷേധമാണ് ഇയാൾ ചെയ്തത്. ഇയാൾ പറഞ്ഞൊരു കാര്യം, ഈ നിലക്ക് പോവുകയാണെങ്കിൽ ഇതുപോലെ വീഡിയോ എടുക്കുന്ന സ്ത്രീകൾ, അയാൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഷിംജിത മുസ്തഫനെ ബലാത്സംഗം ചെയ്യണം എന്ന രീതിയിലൊക്കെ പ്രതികരിക്കുന്നത്. ഒരു കുറ്റം ചെയ്ത ഒരാളിനെ നമ്മൾ നിയമപരമായിട്ട് ശിക്ഷിക്കണം. ആ നിയമപരമായിട്ട് ശിക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബോധമുള്ള ആളുകൾ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നടക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആളുകളുടെ പ്രതിഷേധം സ്വാഭാവികമാണ്. കാരണം ആ ഒരു സ്ത്രീ നിരപരാധിയായ ഒരാളെ കുറിച്ചിട്ട് അവർക്ക് തോന്നിയ റീച്ചിന് വേണ്ടി വീഡിയോ ഇട്ടു. ആ വീഡിയോ ഒടുവിൽ നിരപരാധിയായ മനുഷ്യൻ ജീവനൊടുക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. രാഷ്ട്രീയം മറന്ന്, മതം മറന്ന്, പ്രാദേശികത മറന്ന് എല്ലാവരും ആ യുവതിക്കെതിരെ രംഗത്ത് വന്നു, ദീപക്കിന് വേണ്ടി സംസാരിച്ചു. പക്ഷേ ഇപ്പോൾ ബി.ജെ.പിയുടെ ഈ നേതാവ്, ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ഒരാൾ, ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞൊരു വാക്ക്, ആ വാക്ക് ഇവിടെ എനിക്ക് അയാളുടെ വീഡിയോ ഇവിടെ കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അതൊരിക്കലും ഒരു മനുഷ്യൻ പറയുന്നൊരു വാക്കല്ല. ഒരു പക്ഷേ നോർമലൈസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഞാൻ എന്തായാലും ഏതൊരു കുറ്റവാളിയാണെങ്കിലും ആ കുറ്റവാളിക്ക് നിയമം കിട്ടുന്നൊരു ശിക്ഷ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ലാതെ ആൾക്കൂട്ട വിചാരണ നടത്തിയിട്ട് ആളുകൾക്ക് തോന്നിയതുപോലെ ശിക്ഷിക്കണം എന്ന അഭിപ്രായമുള്ള ഒരു എന്താ പറയുക, ഒരു മനുഷ്യത്വ വിരുദ്ധമായ നടപടി സ്വീകരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ആൾ പറയാണ് ഇവളെ ബലാത്സംഗം ചെയ്യണം എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്തൊക്കെ ഒരു പക്ഷേ ഇവരെങ്ങാനും പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ഈ നിലക്കാണെങ്കിൽ ഇത് ചെയ്യുമോ? ഇതൊക്കെ തന്നെ പല സ്റ്റൈലിൽ നടക്കുന്നത്. ഇപ്പം ഞാനിത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നോടും കണ്ട് സൈബർ ആക്രമണം നടത്തണ്ട, ഞാൻ ഷിംജിതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യാഖ്യാനത്തിന് കൊടുക്കണ്ട. ഞാൻ ഇതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഷിംജിതനെ എത്രത്തോളം എതിർക്കാമോ അത്രത്തോളം ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ എതിർത്തിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ചെയ്യുന്ന ഈ രീതി ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ഷിംജിതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറും. ഇപ്പം തന്നെ അതാ ഫെമിനിസ്റ്റുകളും ഇവരെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരാൻ തുടങ്ങി. കുറേ ആളുകൾ ഇപ്പോൾ ഷിംജിതാനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരുന്നുണ്ട്. ഏതായാലും പോലീസിൻ്റെ ഒരു അന്വേഷണത്തിൽ ജാമ്യ പ്രകാരം കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാവണില്ല, IT ആക്ട് പ്രകാരം കേസ് എടുത്തിട്ടില്ല. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഇതിന് IT ആക്ട് പ്രകാരം കേസ് എടുക്കേണ്ടതാണ്. പക്ഷേ നിലവിൽ ആത്മഹത്യാ പ്രേരണ മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ പോലീസ് അന്വേഷണത്തിൽ ഈ സ്ത്രീയുടെ ഈ ഒരു വീഡിയോ എടുത്തത് ഫേക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ബസ്സിൽ നടന്നിട്ടില്ല എന്നതാണ് തെളിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ബസ്സേറിനെ കുറിച്ചൊരു പോലീസ് അന്വേഷിച്ചു. ആ ബസ്സിൽ അൽ അമീൻ എന്ന പേരുള്ളൊരു ബസ്സാണ്, അള്ളാൻ്റെ റസൂലുള്ളാൻ്റെ പേരുള്ള ബസ്സാണ്. അതുകൊണ്ട് തന്നെ ആ ബസ് സത്യ പറഞ്ഞത്. ആ ബസ്സിലെ ജീവനക്കാരും ബസ്സിലെ മുതലാളിയും അത് ബസ്സിലൊരു CCTV ഉണ്ടാവുമല്ലോ, ആ CCTV പരിശോധിച്ച സമയത്ത് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അവിടെ നടന്നിട്ടില്ല. അതായത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറുന്നത് കണ്ടിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടെന്നുള്ളതാണ് ഈ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീ വന്ന് പരാതിപ്പെടണ്ടേ? അറ്റ്ലീസ്റ്റ് ബസ്സിനോട് പറയുമല്ലോ, ഇന്നയാണെങ്കിൽ ബസ്സിൽ എന്തെങ്കിലും ബഹളം ഉണ്ടാവുമല്ലോ. ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് റീച്ചിന് വേണ്ടി അതിന് തോന്നിയതാവും, ആ ഷിംജിതാക്ക് തോന്നിയതാവും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ചില സ്ത്രീകൾ അങ്ങനെയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ തോന്നും. സൈക്കോളജി പഠിച്ചാൽ അറിയാം, ഇനി ഇവർ കുറച്ചും കൂടി പഠിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ തോന്നുന്നതിൽ നിന്ന് റീച്ച് ചെയ്യാൻ വേണ്ടി വീഡിയോ ഉണ്ടാക്കി. എന്നാൽ തന്നെ അവർക്ക് അവരെ ബ്ലർ ചെയ്താൽ മതിയായിരുന്നു, എന്നാൽ അവർക്ക് റീച്ചും കിട്ടി, മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ അത് വിശദീകരിച്ചിട്ട് ഇവർ ഇല്ലാത്ത വർത്തമാനങ്ങളും പറയും. അതുകൊണ്ട് ഒരിക്കലും നമുക്കൊരു മാപ്പ് കൊടുക്കാൻ തോന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഈ ബലാത്സംഗാഹ്വാനം നടത്തി കഴിഞ്ഞാൽ അതൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ നിലക്ക് ആളുകൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഷിംജിതാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെണ്ണം കൂടുക ചെയ്യാം. അപ്പോൾ പോലീസ് അന്വേഷണത്തിൽ ബസ്സിലുള്ള ആളുകൾ പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പരാതിയായിട്ട് വരട്ടെ. മനസ്സിലായത് പറഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് മുതലാളി ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ബസ്സിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മുതലാളി പറഞ്ഞാൽ നമുക്കൊരു വീഡിയോ വന്നിട്ടുണ്ട്, അപ്പോൾ ഇത് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്താൽ അയക്ക്. പക്ഷേ അന്നേരം നമ്മൾ ഇതിൻ്റെ സീലിങ്ങും സീറ്റും ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മളെ ബസ്സാന്നുള്ളത് മനസ്സിലായത്. ഇതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നിൽ ആൾക്കാർ നിരന്ന് നിൽക്കുന്നുണ്ട്, അതുപോലെ പിന്നിൽ ആൾക്കാർ നിരന്ന് നിൽക്കുന്നുണ്ട്. ഈ ഉള്ളിലുള്ള സംഭവങ്ങളൊന്നും അധികം കിട്ടത്തില്ല, ഒരുപാട് ആൾക്കാരായതുകൊണ്ട്. അപ്പോൾ അത് മുതലാളി പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. എങ്ങനെയാണെന്നില്ല അറിയില്ല. പരാതി നമ്മളെ ബസ്സിലുണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും പരാതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പോലീസിനെ അറിയിക്കും. അത് പോലീസിനെ അറിയിക്കും. നമ്മൾ 8% എടുക്കാൻ ആളിറക്കിനി, അതിന് പോലീസ് ആടെ ഉണ്ടായിരുന്നു, ഹോംഗാർഡ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കംപ്ലയിൻറ്റ് പറയായിരുന്നു, നമ്മൾക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. സംഭവം നടന്നിട്ടുണ്ടോ എന്ന് മുതലാളി ചോദിച്ചാൽ നമ്മുടെ ബസ്സിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മുതലാളി പറഞ്ഞാൽ നമുക്കൊരു വീഡിയോ വന്നിട്ടുണ്ട്, അപ്പോൾ ഇത് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്താൽ അയക്ക്. പക്ഷേ അന്നേരം നമ്മൾ ഇതിൻ്റെ സീലിങ്ങും സീറ്റും ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മളെ ബസ്സാന്നുള്ളത് മനസ്സിലായത്.
ഇത് ഏതെങ്കിലും തരത്തിൽ ആ സമയത്ത് ഏതെങ്കിലും യുവതികളോട് നിങ്ങളോട് ഈ രീതിയിൽ എന്തെങ്കിലും പരാതി പറയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ സംഭവം നമ്മൾ സാധാരണ രീതിയിൽ പോകുന്നത് തന്നെയാണ്. നമ്മളെ അങ്ങനത്തെ പരാതികളോ നമ്മളൊന്നും പറയുക അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഇറക്കുന്ന നമ്മൾ ആളെ ഇറക്കുന്ന തന്നെ എയ്ഡ് പോസ്റ്റിന് അടിക്കാൻ നമ്മൾ ആളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ അടുത്ത് പഴയങ്ങാടിയൊക്കെ പോകേണ്ട ട്രാക്ക് ആയതുകൊണ്ട് നമ്മൾ എയ്ഡ് പോസ്റ്റിന് അടിക്കാൻ ആളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മോട്ട് പരാതി പറയുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാധാരണ നിലയിൽ അങ്ങനെ ഒരു സ്ത്രീയൊക്കെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പോലീസിനൊക്കെ അറിയിക്കും. സ്വാഭാവികമായിട്ട് എന്തായാലും എയ്ഡ് പോസ്റ്റിന് അടിക്കാൻ വരുന്നത് നമ്മൾ പോലീസിനായിട്ട് അറിയിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അറിയിക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണല്ലോ. അങ്ങനെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. സാധാരണ രീതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഒരാളെയും നമുക്ക് ഒരു വ്യക്തിപരമായിട്ട് നമുക്ക് അങ്ങനെ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെ പണിയിലെ ഇതുണ്ടല്ലോ. ബസ് ജീവനക്കാരൻ്റെ ഈ പറച്ചിൽ തന്നെ ബസ്സിൽ കാര്യമായിട്ട് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടില്ലെന്നാണ്. അപ്പോൾ ഈ സ്ത്രീ റീച്ചിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അതിന് ജാമ്യമില്ലാ പ്രകാരമാണ് കേസുകളുള്ളത്. നല്ല ശിക്ഷയാണ്. അതിപ്പോൾ ദുബായിലേക്ക് മുങ്ങിന്നൊക്കെ കേൾക്കുന്നത്. എന്ത് ദുബായിൽ പോയി ഒളിച്ചാലും മലയാളികളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വെറുതെ വിടില്ല. അവർക്ക് നല്ല ശിക്ഷ കിട്ടണം. ഞാൻ പല കേസിലും നമുക്ക് രണ്ടഭിപ്രായങ്ങളുണ്ടാവും. പല ചിന്തിക്കുന്ന ആളുകൾക്ക് രണ്ടഭിപ്രായം ഉണ്ടാവട്ടെ. എല്ലാവരും പറയുന്ന അഭിപ്രായം സ്വീകരിച്ചോളന്നില്ല. പക്ഷേ മനുഷ്യത്തുള്ള എല്ലാ ആളുകളും ഈ സ്ത്രീനെ ഒരിക്കലും ന്യായീകരിക്കില്ല. പക്ഷേ ഇവിടെ വിഷയം കിടക്കുകയെന്ന് വെച്ചാൽ ഇതൊരു BJPയുടെ ആളുകൾ ഇതിനൊരു വർഗീയ മനസ്സോടുകൂടി കാണുന്ന പല എഴുത്തുകളും കാണാനുണ്ട്. അത് ബോധപൂർവം ആയിരിക്കില്ല, ഒരു പക്ഷേ അവരുടെ ഇമോഷണലി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഇതുപോലെ ബലാത്സംഗാഹ്വാനം നടത്തി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരെ സപ്പോർട്ട് ചെയ്യാനും ഇവരെ പിന്തുണക്കാനും ആളുകളുണ്ടാവും. പക്ഷേ ഇവർക്ക് ദുബായിലേക്ക് ഇവർ കടന്നു എന്ന് പറഞ്ഞാൽ ശരിയാണെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് എന്നുള്ളതാണ്. ഇവരേതോ രാഷ്ട്രീയ പാർട്ടിയുടെ ആളൊക്കെ ആയിരുന്നു, അവരാരെങ്കിലും സപ്പോർട്ട് ചെയ്തോ? എന്ത് തമ്മാടിത്തരം ചെയ്താലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. ആ ദീപക് പാവം കല്യാണം കഴിഞ്ഞിട്ട് വെറും 10 ദിവസമാണ് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ നിന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ഇഷ്യൂസുകൾ ഉണ്ടായി, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ ഡിവോഴ്സായി, അവരവരെ പാട്ടിന് പോയി. ഇവനക്ക് അമ്മ അച്ഛൻ, അതാണ് ഇവൻ്റെ കുടുംബം, ആകെ ഒരു മകനുള്ളൂ. അപ്പോൾ അത്രയും നല്ലൊരു അമ്മനെയും വീട്ടുകാരൊക്കെ സ്നേഹിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ദീപകിൻ്റെ ഒരു മരണം ഒരു പക്ഷേ മലയാളി എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ സ്വയം ജീവനൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു പുരുഷൻ്റെ ജീവനൊടുക്കൽ ഇത്രയും ടച്ച് ചെയ്തൊരു സംഭവം വേറെ ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് കേരളത്തിൽ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ ഭാഗത്തൊരു ഓഡിറ്റോറിയം നടത്തുന്ന ഒരാൾ അവിടുത്തെ CPMൻ്റെ ഒരാളുടെ മാനസിക പീഡനം കാരണം ജീവനൊടുക്കി, എവിടെ എത്തിയില്ല. പിന്നെ CPMൻ്റെ വേറൊരു നേതാവിൻ്റെ മാനസിക പീഡനം കാരണം ഈ അടുത്തൊരു നവീൻ ബാബു എന്ന് പറയുന്ന ഒരാൾ ജീവനൊടുക്കി. ഇപ്പോഴിതാ ഈ ഷിംജിത മുസ്തഫ, ഇവരും ഒരു രാഷ്ട്രീയക്കാർ തന്നെയാണ്. ഇവരുടെ മാനസിക പീഡനം കാരണം ഇപ്പോൾ ഒരു പുരുഷന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യാൻ ആളുകളില്ല. ഈ മെൻസ് അസോസിയേഷൻ്റെ ആളുകൾ കുറേ ഉണ്ട്. അവർ പറയുന്നത് പുരുഷ കമ്മീഷൻ വേണമെന്നൊക്കെ അഭിപ്രായപ്പെടുന്നവരുണ്ട്. പേഴ്സണലി ഞാനിപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യണം. പുരുഷ കമ്മീഷൻ വേണം. കാരണം പുരുഷന്മാരുടെ ഇഷ്യൂസുകൾ ശരിക്കും അഡ്രസ്സ് ചെയ്യപ്പെടാറില്ല. ഈ അടുത്ത് ആസിഫ് അലിയുടെ ഒരു സിനിമ വന്നു. ആസിഫ് അലിയുടെ സിനിമയിൽ പുരുഷന്മാരനുഭവിക്കുന്ന ഗാർഹിക പീഡനങ്ങളാണ് ആ സിനിമയിലെ സബ്ജക്റ്റ്. ആ സിനിമ ഒരു പ്രൊഡക്റ്റ് എന്ന നിലയ്ക്ക് തിയേറ്ററിലൊരു വമ്പൻ പരാജയമായിരുന്നു. കാരണം ആളുകൾ അതിനെ അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംവിധാനമില്ല. എല്ലാ മേഖലകളും അങ്ങനെയാണ്. ഒരു ഡിവോഴ്സ് ചെയ്ത പുരുഷൻ വന്നിട്ട് ഞാൻ ഡിവോഴ്സ് ആക്കപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ടൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ പരിഹസിക്കുള്ളൂ. പക്ഷേ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടിങ്ങും ഭയങ്കര കെയറിങ്ങുമാണ്. ഈ കെയറിങ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ലക്ഷ്യം വേറെയാണ്. സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അല്ലായിരിക്കാം. പക്ഷേ ഒരു ജെനുവിനാണെന്ന് പറയാൻ പറ്റില്ല. പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടണം. ഈ വനിതാ കമ്മീഷൻ പോലെ തന്നെ ഒരു പുരുഷ കമ്മീഷനും കൂടി വേണം. അതില്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഇപ്പോൾ കുറേ ട്രോൾ ഇറങ്ങുന്നുണ്ട്. ഇത് ബസ്സിൽ ഇങ്ങനെ മുള്ളുവേലിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇറങ്ങുക. സ്ത്രീകൾക്ക് ബസ്സിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മളതിനെ അഡ്രസ്സ് ചെയ്യലില്ല എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് ബസ്സിൽ കയറുന്ന സ്ത്രീകൾ പറയണ കേട്ടാൽ നമുക്ക് ഞെട്ടിപ്പോകും. നമ്മളൊരിക്കലും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള കൗമാരക്കാരുടെ കയ്യിൽ നിന്നും പ്രായമുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെയാണ് മെയിനായിട്ട് പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളെയൊക്കെ ലഘൂകരിക്കുന്ന രീതിയിലുള്ള കോമഡി സ്കിറ്റുകൾ വരുന്നുണ്ട്. നമുക്കൊരിക്കലും വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 2 പ്രശ്നങ്ങളാണ് വരുന്നത്. ഒന്ന്, ഈ ഷിംജിത മുസ്തഫനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വിഭാഗത്തിന് എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2, ഇത്തരം സ്ത്രീകൾക്ക് നേരെ ഏൽക്കുന്ന ഇത്തരം അറ്റാക്കുകളുണ്ട് ഈ ബസ്സിലും യാത്രാ സ്ഥലങ്ങളിലൊക്കെ. അത് നോർമലൈസ് ചെയ്യുന്നൊരു സ്വഭാവം. ഇത് രണ്ടും എന്തല്ല ശരിയല്ല. ഒറ്റപ്പെട്ടൊരു സംഭവത്തിനെ മുൻനിർത്തിയിട്ട് സ്ത്രീകൾക്ക് ഏൽക്കുന്ന പ്രശ്നങ്ങൾ ലഘൂകരിക്കരുത്. പക്ഷേ ഒരു കാര്യം പറയാം, ഷിംജിത മുസ്തഫനെ മതം നോക്കിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബലാത്സംഗാഹ്വാനമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ പിന്നെന്ത് ചെയ്യും, ഇവരെ സപ്പോർട്ട് ചെയ്യും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ഷിംജിതക്കൊരു സപ്പോർട്ട് കിട്ടരുത്. അവരെവിടെ കിടന്ന് വിളിച്ചാലും അവർക്ക് തക്കതായ ശിക്ഷ കിട്ടാൻ വേണ്ടത്. അതാണ് പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.